ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഏവർക്കും നേരുന്നു. തോമാ ശ്ലീഹായുടെ വിശുദ്ധ പൈതൃകത്തിലൂന്നി ആ ചോര വീണ മണ്ണിൽ നിന്നും പൊട്ടിക്കിളിർത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വിശ്വാസ പൈതൃകത്തിൻ്റെ പിൻതലമുറക്കാർ ആണ് നമ്മളെല്ലാം. ഈ പൈതൃകം അഭിമാനത്തോടുകൂടി ജീവിക്കുന്നവരാണ് നമ്മൾ. ഈ പൈതൃകത്തെക്കുറിച്ച് അഭിമാനത്തോടെ സ്നേഹത്തോടെ ഓർത്തെടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ദുഃഖാന തിരുനാൾ. തോമാ ശ്ലീഹായിലൂടെ രൂപം പ്രാപിച്ച ഭാരതത്തിലെ ഈ സഭ വലിയൊരു പ്രേക്ഷിത മുന്നേറ്റത്തിൻ്റെ സഭ തന്നെയാണ്. ആദ്യ സഹസ്രാബ്ദത്തിൽ തന്നെ വലിയ രീതിയിൽ ഈ സഭ പടർന്നതിൻ്റെ ചരിത്രം ഉണ്ട് എന്നുള്ളത് വളരെ ധന്യമാണ്. ഇന്നും പിന്നീട് ഈ സഭയിൽ തന്നെ പല പ്രതിസന്ധികളെയും നേരിടേണ്ട സാഹചര്യങ്ങളിൽ ഭിന്നമായിട്ടൊക്കെ മാറി വ്യത്യസ്ത സഭകളായി രൂപം കൊണ്ട സാഹചര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ സഭകളെല്ലാം ഒരു പൊതു പൈതൃകം, തോമാ ശ്ലീഹായുടെ പൊതു പൈതൃകം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ അഭിമാനിക്കുന്നുമുണ്ട്. സിറോ മലബാർ സഭ തോമാ ശ്ലീഹായുടെ പരിശുദ്ധമായ ഈ പൈതൃകത്തിൽ ഇപ്പോഴും തുടരുന്ന 50 ലക്ഷത്തിലധികം ആളുകൾ വരുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ കേരളത്തിലും ഭാരതത്തിൻ്റെ പല ഭാഗത്തും അതുപോലെ വിവിധ രാജ്യങ്ങളിലായിട്ട് ആഗോളതലത്തിൽ നിന്ന് വ്യാപിച്ചു നിൽക്കുന്നു. ആ മക്കൾക്കെല്ലാം ഇന്നൊരു അഭിമാനത്തിൻ്റെ ദിവസമാണ് ദുഃഖാന തിരുനാൾ എന്നത്. സഭയുടെ ഈ വളർച്ചയിൽ അഭിമാനിക്കുമ്പം തോമാ ശ്ലീഹായുടെ ഇടപെടലുകളെക്കുറിച്ച്, തോമാ ശ്ലീഹായുടെ സുവിശേഷ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. 3 പ്രധാനപ്പെട്ട ഇടപെടലുകളാണ് തോമാ ശ്ലീഹാ നടത്തിയതായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. തോമാ ശ്ലീഹായുടെ ഒന്നാമത്തെ ഒരു ഇടപെടലായിട്ട് കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ ബഥാനിയയിലേക്ക് ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി പോകുന്ന വേളയിൽ ശിഷ്യന്മാരൊക്കെ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. യൂദയായിലേക്ക് പോകുന്ന അപകടകരമാണ്, കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കുമ്പം, നിർബന്ധിക്കുമ്പോൾ തോമാ ശ്ലീഹാ മാത്രം മുൻപോട്ട് വന്ന് പറയും, നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം. ആ ഒരു തീക്ഷ്ണതയും ധൈര്യവും എന്നും തോമാ ശ്ലീഹായെ വേറിട്ടവനാക്കി നിർത്തി. ഈശോയോടൊപ്പം മരിക്കാൻ സന്നദ്ധനായിരുന്നു. പിന്നീടത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു ഭാരതത്തിൻ്റെ മണ്ണിൽ. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടപെടൽ 14-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്ന വാക്കുകൾ തന്നെയാണത്. ഈശോ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്ന കാര്യം പറയുമ്പോഴൊക്കെ മറ്റ് ശിഷ്യന്മാരൊക്കെ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. എല്ലാവരും വലിയ സങ്കടത്തിലാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ തോമാ ശ്ലീഹാ അവിടെ ചോദിക്കും, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യം പറഞ്ഞില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ വഴി അറിയും? അപ്പോൾ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കൽ എത്തുന്നില്ല. അവിടെ നിന്നാണ് മാർഗം എന്നുള്ള സത്യം. അത് ഈ സുറിയാനി പാരമ്പര്യത്തിൽ തന്നെ മാർഗം എന്നുള്ളതിനെ വിശ്വാസ സമൂഹമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലൊക്കെ മാർഗം എന്നുള്ളത് സഭാ കൂട്ടായ്മയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 9 പ്രാവശ്യത്തോളം മാർഗം എന്നുള്ള വാക്ക് സ്ലീഹന്മാരുടെ നടപടിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ സഭ തന്നെയാണ് മാർഗം. മാർഗവാസികൾ എന്നാണ് നമ്മുടെ പൂർവികന്മാരാൽ അറിയപ്പെട്ടിരുന്നത്. മാർഗവാസികൾ, വിശ്വാസ സമൂഹത്തിലേക്ക് ചേർന്നവർ, സഭയാണ് മാർഗം. അപ്പോൾ ഈ മാർഗത്തെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു സമൂഹം ആണ് നമ്മളെന്ന് ഇപ്പോഴും ഓർക്കണം. നമ്മുടെ പൂർവികന്മാർ ഈ മാർഗവാസികൾ എന്ന നിലയിൽ ഒത്തിരി അഭിമാനിച്ചിരുന്നു. ഇപ്പോഴും നമ്മൾ മാർഗം എന്നുള്ള ആ മിശിഹായുടെ ജീവിതശൈലി, വിശ്വാസത്തിൻ്റെ തീക്ഷ്ണമായ ഒരു അനുഭവം, അതാണ് മാർഗം. ആ മാർഗത്തിൽ അഭിമാനിക്കുന്നവരായി മാറണമെന്ന് ഈ ദുഃഖാന തിരുനാൾ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഈശോയുടെ മാർഗമാണ്. രക്ഷാകരമായ സമർപ്പണത്തിൻ്റെ മാർഗമാണത്. ത്യാഗോജ്വലമായ ഒരു ജീവിതശൈലിയാണത്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നടക്കുന്ന ഒരു ജീവിതശൈലിയാണ് ഈ മാർഗം. മാർഗവാസികൾ തമ്മിലൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. ഒരുമിച്ച് നടക്കുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു. തോമാ ശ്ലീഹായുടെ സുപ്രധാനമായ ആ പ്രഘോഷണത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അത് ഉത്ഥാനാനന്തരം ഈശോ പ്രത്യക്ഷം നൽകുമ്പോൾ തോമാ ശ്ലീഹാ മാത്രം അവിടെ ഇല്ലാതിരുന്നൊരു വേളയിൽ കർത്താവ് പ്രത്യക്ഷം നൽകിയതിനെക്കുറിച്ച് വല്ലാത്ത സങ്കടത്തിലാകുന്നു തോമാ ശ്ലീഹാ. അവനെ കാണാതെ, അവൻ്റെ മുറിപ്പാടുകൾ കാണാതെ ഞാൻ വിശ്വസിക്കില്ല എന്നുള്ളൊരു സ്നേഹശാഠ്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. വലിയ വേദനയും സങ്കടവും. പക്ഷെ അപ്പോഴും തോമാ ശ്ലീഹാ ആ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സ്ലീഹന്മാരുടെ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സങ്കടങ്ങളുടെ, വേദനകളുടെ 7 ദിവസങ്ങൾ പിന്നിട്ടു.
വലിയ പ്രതീക്ഷയോടുകൂടി ശ്ലീഹ ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് 8-ാം ദിവസം കർത്താവ് തോമാസ് ശ്ലീഹായ്ക്ക് പ്രത്യക്ഷം നൽകിക്കൊണ്ട്, നീ കാണുക, എൻ്റെ വിലാവിൽ തൊടുക, വിശ്വസിക്കുക എന്ന് പറയുന്നതൊക്കെ. അവിടെയാണ് ഏറ്റവും വലിയ സഭയുടെ ഏറ്റവും മഹത്തായ ഒരു വിശ്വാസ പ്രഘോഷണം നടക്കുന്നത്, മാർവാലാഹ്. ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, തോമാസ് ശ്ലീഹായിലൂടെ സഭയ്ക്ക് ലഭിച്ച വലിയൊരു വിശ്വാസത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും ആ ധീരതയുടെ, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ പര്യായമായിട്ട് ഒരു സഹനത്തിലും വേറിട്ടു പോകാതെ ചേർന്ന് നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ ധീര സാന്നിധ്യമായ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പൈതൃകത്തെക്കുറിച്ച് മുമ്പെന്നത്തേക്കാൾ കൂടുതൽ തീക്ഷ്ണമായി ചിന്തിക്കേണ്ട നാളുകളാണ് ഇത്. പ്രത്യേകിച്ചും ഈ ജൂലൈ 3 സൂറ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധികളുടെ നടുവെ നിൽക്കുന്ന ഈ സഭയിൽ ആത്യന്തികമായിട്ട് വലിയ സ്നേഹത്തോടുകൂടി സിനഡ് പിതാക്കന്മാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിൽ സഭയൊന്നാകെ ഒരുമിച്ച് അർപ്പിക്കണമെന്ന് തന്നെയാണ്. കൂടെ നിൽക്കുന്ന, വേറിട്ട് പോകാതെ സങ്കടങ്ങളുടെ നടുവിലും ചേർന്ന് നിൽക്കുന്ന, ശ്ലൈഹിക കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന തോമാസ് ശ്ലീഹ തന്നെയാണ് ഇവിടെ നമുക്ക് മാതൃക. അവിടെയാണ് കർത്താവ് പ്രത്യക്ഷം നൽകുന്നതും ആ വലിയ വിശ്വാസ പ്രഘോഷണം നടക്കുന്നതിനിടയാവുന്നതും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളുകൾക്ക് എഴുതിയ കത്ത് ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് എല്ലാവരും ഒരു ചുവട് പിന്നോട്ട് വെച്ചുകൊണ്ട് സഹകരിച്ചു, നിങ്ങൾ മാത്രം അത് ചെയ്തില്ല എന്ന് വേദനയോടെ മാർപ്പാപ്പ പറയും. വലിയ പ്രതീക്ഷയോടെ അത് നിങ്ങൾ നിർവഹിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം കുറിച്ചു വെക്കും. വേദനയോടെ മാർപ്പാപ്പ പറഞ്ഞ ആ വാക്കുകൾ ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തുകൊണ്ട് ഒരുമിച്ച് നടക്കാൻ, സിനഡായിട്ട് നടക്കാൻ സാധിക്കട്ടെ. ഏകീകൃത രീതിയിൽ ഒരുപോലെ കുർബാന അർപ്പിച്ചുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ ആ പൈതൃകം കാത്തു സംരക്ഷിച്ച് സ്നേഹത്തോടെ, തീക്ഷ്ണതയോടെ ഒരുമിച്ച് നടക്കാനുള്ള ഒരു അവസരമായി ഈ ജൂലൈ 3 മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് കൂട്ടായിട്ട് മുമ്പോട്ട് നീങ്ങാം. സ്നേഹത്തോടെ ഏറ്റവും പരമമായ ആരാധന, പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ പൈതൃകത്തിൽ നമുക്ക് അഭിമാനിക്കാം. എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ എല്ലാം മറന്നും ക്ഷമിച്ചും ചേർന്ന് വലിയ കൂട്ടായ്മയോടെ ഒരുമിച്ച് നീങ്ങുന്ന ഒരു ജൂലൈ 3 ആയി മാറട്ടെ ഇത്. പ്രാർത്ഥനാപൂർവം സ്നേഹത്തോടെ ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശത്തുമൊക്കെ പ്രവാസികളായിരിക്കുന്നവർക്കും എല്ലാം അനുഗ്രഹീതമായ ഈ പുണ്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.